ശരി, നമുക്കിനി കേരളത്തിലോട്ട് വരാം. UK കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അനുശ്രീ പറഞ്ഞു, അനുശ്രീ പെഹിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, പെഹിയ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ജോർജിന്റെ ഒരു ഇന്റർവ്യൂ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെഹിയയുടെ സ്റ്റോറി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അനുശ്രീയുടെ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് പെഹിയായിട്ട്, എന്താണ്, നിങ്ങൾ എങ്ങനെയാ തുടങ്ങിയതെന്ന് പറയാം. സോ എനിക്ക് എന്റെ വീട്ടിലൊന്നും ആരും അങ്ങനെ എഞ്ചിനീയേഴ്സ് സോഫ്റ്റ്വെയറിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അറിയില്ല എന്താണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെ ഫീൽഡ് ഇവിടെ ഉണ്ട്. എനിക്ക് ആകപ്പാടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് മാത്രമുള്ള ഒരു വേർഡ് മാത്രമേ എനിക്ക് ഈ ഫീൽഡിൽ അറിയത്തുള്ളൂ. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോ ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോ മുതലേ ഞാൻ ഇങ്ങനെ വർക്ക്ഷോപ്സും ഹാക്കത്തൺസും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി കാണും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. സോ അങ്ങനെ ഇതേപോലെ പെഹിയുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇവന്റ് ആയിരുന്നു. കൊച്ചിയിൽ ഒരു കോ വർക്കിംഗ് സ്പേസിൽ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പെഹിയ എന്നുള്ളത് കേട്ടിട്ടില്ല, കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ടേം ഒക്കെ ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പൊ ഞാൻ എന്താണെന്നറിയാം ഒന്ന് പോയി നോക്കാം. അങ്ങനെ അവരുടെ ഫസ്റ്റ് ഒരു പിയർ ടു പിയർ ലേണിംഗ് സെഷൻ, ഫസ്റ്റ് സെഷൻ അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഡിഫറൻസ് തോന്നി. വേറൊരു ഇപ്പൊ കോളേജ് ആണെങ്കിലും ഇപ്പൊ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിലും അതെല്ലാം നമുക്ക് ന്യൂ ആണ്. പക്ഷെ ആ ന്യൂ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് വെൽക്കമിങ് ഫീൽ എനിക്ക് പെട്ടെന്ന് ആ ഒരു ദിവസത്തെ അവിടെയുള്ള ഒരു 2 hours ലേണിംഗ് സെഷനിൽ എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പൊ പെട്ടെന്ന് ഇല്ലാതെ എവിടുന്ന ഒരു ഇൻട്രസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഈ ഫീൽഡിലോട്ട് ഉണ്ടായി. അങ്ങനെയാണ് പെഹിയായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എനിക്ക് ഇതിൽ വോളണ്ടിയർ ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലോട്. അവര് പറഞ്ഞു ഞങ്ങളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് ഒന്നുമില്ല, ജമ്പ് ഇൻ ടു ദ ടീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ ജേർണി. ഓക്കെ, അനുശ്രീ പറഞ്ഞ പോലെ ഇല്ലാത്തൊരു ഇൻട്രസ്റ്റ് അതിൽ തോന്നി എന്ന് പറഞ്ഞത് എനിക്കതൊരു പോയിന്റ് ആയിട്ട് തോന്നി. കാരണം കുറെ പേര് ഇതില് വരാത്തത് ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നതും ആ ഒരു വെൽക്കമിങ് ഫീൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ കമ്മ്യൂണിറ്റീസിലാണെങ്കിലും കോളേജിൽ ഇപ്പൊ കമ്മ്യൂണിറ്റീസ് ഇല്ലാത്ത കോളേജ്, ഇപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നപ്പോഴൊക്കെ കുറെ കോമ്പറ്റീഷൻസ് നടക്കും, ഹാക്കത്തോൺസ് നടക്കും, അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഈവെന്റ്സ് നടക്കും. പക്ഷെ അതില് എപ്പോഴും നമുക്ക് ഒരേപോലത്തെ ആൾക്കാരെ, ഒരേ സെറ്റ് ഓഫ് ആൾക്കാരെ എപ്പോഴും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരേ ആൾക്കാരായിരിക്കും. ബാക്കിയുള്ളവർക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും അസ്യൂം ചെയ്യുന്നതാണ് കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നുണ്ട് അത് കുറെ പേര് വന്നിട്ട് വന്ന് ഒരു വെൽക്കമിങ് ഫീൽ കിട്ടാത്തത് കൊണ്ട് തിരിച്ചു പോയ ഒത്തിരി ആൾക്കാരും ഉണ്ടാവുമായിരിക്കുന്നു. സോ ഈ കമ്മ്യൂണിറ്റീസ് അങ്ങനെ ഇൻക്ലൂസീവ് ആവുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അപ്പം എനിക്ക് അതിലാണ് പെഹിയ പ്രത്യേകിച്ച് ജെൻഡർ മൈനോറിറ്റീനെ ഫോക്കസ് ചെയ്തിട്ട് കോഡിങ് പഠിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അതിലെ ആക്ടിവിറ്റീസ് കുറച്ച് നിങ്ങൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയാമോ? എങ്ങനെ നിങ്ങൾ അതിനെ ഇൻക്ലൂസീവ് ആക്കി, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇൻക്ലൂസീവ് ആയത്, മറ്റു കമ്മ്യൂണിറ്റീസ് എന്തുകൊണ്ടായിരുന്നു അത് ആവാത്തത് എന്നുള്ളത്? എനിക്ക് തോന്നുന്നു ആ സമയത്ത് വേറെയും കുറച്ച് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. SDS എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡന്റ് ഡെവലപ്പേഴ്സ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അവരും ഭയങ്കര ഇൻക്ലൂസീവ് ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു 2-3 കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റീസ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻക്ലൂസീവ് ആവാൻ കാരണം അതിലെ മെമ്പേഴ്സ് ഓൾറെഡി ഇത് ഫേസ് ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫില്. ഇങ്ങനത്തെ അല്ലാത്തൊരു എൻവയോൺമെന്റ് എന്ന് അറിയാം. അപ്പൊ അവർക്കറിയാം ഇങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടതെന്ന്. ലൈക് ഞാൻ കമ്മ്യൂണിറ്റി മാത്രമല്ല പറഞ്ഞത്, റൈറ്റ് ഫ്രം ഹോം ടോക്സിക് പാരന്റിങ് മുതൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പൊ അവർക്കറിയാം എങ്ങനെ ഇങ്ങനെയൊക്കെ ലൈക് നോട്ട് ജസ്റ്റ് ഫ്രം യൂസിങ് പ്രോണൗൺസ് അല്ലെങ്കിൽ അതിന്റെ ലാംഗ്വേജ്, അത് മാത്രമല്ല നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അയാളെ ചെറുതാക്കി കാണാതെ അയാളുടെ ഐഡിയാസിനെ ചെറുതാക്കി കാണാതെ, ചിലപ്പോൾ അയാൾ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ അത് എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ചെറുപ്പത്തിലേക്ക് ഞാൻ ഡാൻസ് ക്ലാസ്സസിനൊക്കെ പോവായിരുന്നു. എനിക്ക് ആക്ച്വലി ഡാൻസ് എന്റെ അമ്മയാണ് കൊണ്ടാക്കിയെങ്കിലും എനിക്ക് ആക്ച്വലി ഡാൻസ് സംഭവത്തോട് താല്പര്യമൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണും ക്ലാസിക്കൽ ഡാൻസിന്റെ ഒക്കെ. പക്ഷെ ഐ നെവർ ഫെൽറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി. അത് പഠിക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അവിടെ ആ ക്ലാസ്സിന്റെ ഉള്ളിൽ കയറുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവിടുത്തെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് ചെറുപ്പത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇത് ഇൻക്ലൂസീവ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഐ ഡിഡ് ലൈക്ക് ടു ഡാൻസ് ബട്ട് ഐ നെവർ ലൈക്ക് ദ കമ്മ്യൂണിറ്റി എന്ന് മനസ്സിലാവുന്നത്. കാരണം അവിടെ എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ അപ്പിയറൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾ ഫെയർ ആവുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ എനിക്ക് കൂടുതലും ആ ആർട്ട് ഫോമിനേക്കാൾ അവര്
വേറെ പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, കേർവ്ഡ് ആയിരുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ച് നമ്മൾ കേർവ്ഡ് ആക്കും നമ്മുടെ ബോഡി. ആക്കും. അപ്പൊ നമുക്ക് ഈ കുട്ടിക്ക് അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ വെക്കണം കോസ്റ്റ്യൂംസിൽ. അപ്പൊ അതൊക്കെ പറയുമ്പോ എനിക്ക് ചെറുപ്പത്തിലേ മുതലേ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടായത്. അപ്പൊ എനിക്ക് അത് ഒട്ടും ഇൻക്ലൂസീവ് അതാണ് ഞാൻ അല്ല. പറഞ്ഞത്. ആ ഒരു ഇതുണ്ടല്ലോ. മനസ്സിലായി. ഇത് തന്നെയാ കോഡിംഗ് കമ്മ്യൂണിറ്റിയിലും വരിക. അപ്പൊ നമ്മൾ ഒരാൾ വരുമ്പോ തന്നെ വലിയ വലിയ ജാർഗൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടോ, ഇത് ചെയ്തിട്ടുണ്ടോ, ആ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ആ കുട്ടിക്ക് തോന്നും അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇതുപോലെ തോന്നും. അറിയില്ലേ? ഇതുപോലും എനിക്കറിയില്ല. അറിയില്ല. എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ അല്ലാതെ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെന്താ ചെയ്തിട്ടുള്ളേ എന്ന് അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഞാൻ പോയപ്പോ അവിടെ എന്തോ ആ സമയത്തൊക്കെ ബോട്ടുകൾ ഉണ്ടാക്കുക ഭയങ്കര ഹൈപ്പുള്ള ട്രെൻഡ്. സമയമായിരുന്നു. അപ്പൊ ആരൊക്കെയോ ടെലിഗ്രാം ബോട്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ സമയമായിരുന്നു. അപ്പൊ പുള്ളി അത് പ്രസന്റ് ചെയ്യായിരുന്നു. ആ ടെലിഗ്രാം ബോർഡിന്റെ കോഡൊക്കെ അവിടെ ഇരുന്നിട്ട് പ്രസന്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല, ഇതെന്താ സംഭവം എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ടെലിഗ്രാം ഒക്കെ വെറുതെ യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി കോഴിയിട്ടൊന്നും കളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിനുശേഷം ഇവര് വന്നിരുന്നിട്ട് അപ്പൊ അവർക്ക് നമ്മളെ കാണുമ്പോഴേ അറിയാലോ നമ്മളിങ്ങനെ ബ്ലിങ്കസ്റ്റിയാന്ന് പറഞ്ഞിരിക്കുന്ന പോലെ. അപ്പൊ അവര് തന്നെ ഇങ്ങോട്ട് വന്നിരുന്നിട്ട് പറഞ്ഞു തരും ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത്, ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. പക്ഷെ ഒരു വെൽക്കമിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവര് നമുക്ക് ഒരു പോയിന്റ് ഇട്ട് തരും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് അത് യൂഷ്വലി തുടങ്ങുക. പിന്നെ നമ്മൾ കാണുമ്പോ പല പല ലെവലിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. നമ്മളെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും വേറൊരാളിൽ കൂടെ. അപ്പൊ നമ്മൾ അവരോട് കുറച്ചുകൂടെ കമ്പനി ആവും. അപ്പൊ നമുക്കറിയാം ഓ ഞാൻ മാത്രല്ല ഇവിടെ, എന്നെ പോലെ വേറെ കുറച്ച് ആൾക്കാരും ഉണ്ട്. ഒരേ ലെവലല്ല, പല ലെവലിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. അപ്പൊ പല മനുഷ്യന്മാരെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അതൊരു ഇൻക്ലൂസീവ് സ്പേസ് ആവുന്നത്. പലരുടെ റെപ്രസെന്റേഷൻ കൊണ്ടിട്ടാണ് അതൊരു ഇൻക്ലൂസീവ് സ്പേസ് ആവുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു, അതുപോലെ നമ്മള് കേറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് പഠിക്കുമ്പോ അടുത്ത ആള് വരുമ്പോ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ പണ്ട് വന്ന് നിന്ന പോലെ ഇതാ വേറെ ആൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയും കൂടെ അത് ഇൻക്ലൂസീവ് ആവുന്നുണ്ട്. കുറെ അതെ, അപ്പൊ നമ്മളെ നമ്മൾ പോലെയുള്ള പറഞ്ഞു ആളുകൾ. കൊടുക്കും. അതെ. അപ്പൊ അവർക്കും ഓക്കെ എന്നെ പോലെ വേറെ ആൾ അവിടെ ഉണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു ആ എന്നെ പോലെയുള്ള ഒരാളെ അവിടെ കാണുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് വെൽക്കമിങ് ആയിട്ട് തോന്നുന്നത് എന്നും കൂടെ. അതും ഒരു ഫാക്ടർ ആണെന്ന്. അത് മാത്രമല്ല, അതും ഒരു ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇപ്പം കമ്മ്യൂണിറ്റീസുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ് അനുശ്രീക്ക് എങ്ങനെയാ അത് ബെനിഫിറ്റ് ആയിട്ടുള്ളത്? അതായത് ഈ ഫസ്റ്റ് സ്കിൽസ് പഠിക്കുക എന്നുള്ളത് മാത്രമാണോ? ഇപ്പൊ കുറെ പേരുണ്ട്, പഠിച്ചു, അവർക്ക് ലക്കിലി പഠിച്ചു കഴിഞ്ഞതും ജോലി കിട്ടി, ജോലി ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ആ കമ്മ്യൂണിറ്റീസിലും അങ്ങനത്തെ വേറെ മീറ്റപ്സിനൊന്നും പോവാണ്ട് അങ്ങനെയും ജീവിക്കാം. അല്ല, അതും ഓക്കെയാണ്. അപ്പം അത് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ്? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഒരു ജോലിയാണെങ്കിൽ നമുക്ക് സ്കിൽസ് അക്വയർ ചെയ്യാം. അതല്ലാണ്ട് പുറത്തുനിന്ന് എന്ത് സ്കിൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നിയിരിക്കുന്നത്? സോ ബേസിക്കലി ഇതിൽ പറഞ്ഞല്ലോ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടി. ഇപ്പൊ എന്നോട് വീട്ടിലെ അന്ന സമയത്ത് പലപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നതാണ് എന്താണ് കിട്ടുന്നത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഈ നമ്മുടെ പണിയൊക്കെ എനർജി ചെയ്തിട്ട്. സ്പെൻഡ് എന്താ കിട്ടുന്നത്? ലൈക് നിനക്ക് നിന്റെ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ, ലൈക് പോരെ. ജോലിക്ക് വേണ്ടി പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്താണ് ഇവിടെ നിന്ന് പക്ഷെ അത് ഒരാളോട് ഇങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എസ്പെഷ്യലി ഈ ഒരു ഫീൽഡിൽ അല്ലാത്ത നമ്മുടെ പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര നമുക്ക് അറിയില്ല എങ്ങനെ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ നേരത്തെ സൗമ്യ പറഞ്ഞ പോലെ ഒരാൾ ജോലി കിട്ടിപ്പോയി, അതോടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബന്ധം തീർന്നു. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലെല്ലാം ഞാൻ നോക്കുമ്പോൾ അവർ അത്രയും വലിയ ലെവലിൽ എത്തിയിട്ടും അവർ തിരിച്ചൊരു കുഞ്ഞു തിരിച്ച്. മീറ്റപ്പ് ഉണ്ടെങ്കിൽ, അതായത് കോളേജ് പിള്ളേർ 4 പേരുടെ മീറ്റപ്പ് ഉണ്ടെങ്കിൽ അവർ അവിടെ ഉണ്ടെങ്കിൽ ദി ഫൈൻ ടൈം ടു കം ആൻഡ് ടോക്ക് ടു അസ്. അപ്പൊ ഞാൻ ആലോചിക്കും ഓ ലൈക് അത്രയും കമ്മിറ്റ്മെന്റ് ആണ് അവർക്ക് തിരിച്ച് ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഫസ്റ്റ് വരുമ്പോ നമുക്ക് അതൊക്കെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും, എന്തോ ഇവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ആൾക്കാർ പിന്നെയും തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു പോയാൽ മതിയല്ലോ, ഇവർ തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫസ്റ്റത്തെ ഒരു എനർജി കിട്ടുക. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ മാത്രം അറിയുന്ന ഈ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതായത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ നെവർ അഡ്വർടൈസ് എന്നുള്ളത്.
അപ്പോ പലപ്പോഴും നമുക്ക് ഈ കണക്ഷൻസ് വഴിയും ഈ നെറ്റ്വർക്കിംഗ് വഴി ഇവരുടെ ഈ സംസാരങ്ങൾ വഴിയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ അവർ നമ്മുടെ ഇൻട്രസ്റ്റ് കാണുമ്പോൾ, നമ്മുടെ ഒരു പാഷൻ കാണുമ്പോൾ അവർ തന്നെ പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഈ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, താല്പര്യമുണ്ടോ? ലൈക്ക് അവർ ചിലപ്പോൾ അവിടെ ഹയർ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ ഒരു പാഷൻ കാണുമ്പോഴത്തേക്കും അവരങ്ങനെ ചോദിച്ചെന്നൊക്കെ ഇരിക്കും. സോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണ്, ലൈക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണെങ്കിൽ നമ്മുടെ അതേ ജേണി കൂടെ പോയ ആൾക്കാരാണ് അവരും. അവർക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്. സോ അവരത് ഗൈഡ് ചെയ്യുന്നതും അതൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് നമ്മൾ ആ തുടങ്ങുന്ന സമയത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത്. യാ, അതൊക്കെയാണ് എനിക്ക് കൂടുതലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ യാ, അതുപോലെ തന്നെ എനിക്ക് പെഹിയയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പെഹിയ, എനിക്ക് എന്റെ അറിവിൽ കേരളത്തിൽ വിമൻ ഇൻ ടെക് അല്ലെങ്കിൽ ജെൻഡർ മൈനോറിറ്റിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പെഹിയ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വിമൻ ടെക് മേക്കേഴ്സ് കൊച്ചിയിലുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മേ ബി ദേ വിൽ കമന്റ് ബിലോ ദിസ് വീഡിയോ. പക്ഷെ എന്റെ അറിവിൽ വളരെ ചുരുക്കമാണ്. ബാക്കി ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ജാവ ആണെങ്കിലും അങ്ങനെ ഓരോ ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കമ്മ്യൂണിറ്റി. വിമൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് കുറവാണ്. അതും മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് എല്ലാം ബേസ്ഡ് ആണ്. ബാക്കി ജില്ലകളിൽ കുറവാണ്. പക്ഷെ എഞ്ചിനീയേഴ്സും എഞ്ചിനീയറിംഗ് കോളേജും എല്ലാ ജില്ലയിലും ഉണ്ട്. ഒരുപാട് എഞ്ചിനീയേഴ്സ് നാട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് എനിക്ക് തോന്നുന്നു കുറെ ഫിസിക്കൽ ആയതുകൊണ്ടാണ് കുറെ പേർക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറെ ആൾക്കാരും ഇല്ലേ നാട്ടില്? അതായത് ഈ ലൊക്കേഷൻ കാരണം കമ്മ്യൂണിറ്റീസിലോട്ടും കൂടുതൽ എക്സ്പോഷർ കിട്ടാതെയും ഇരിക്കുന്ന ആളുകളും ഉണ്ടെന്നുണ്ട് അല്ലെ നാട്ടില്? അതെ, അതെ. നമ്മൾ പെഹിയയിലൂടെ അത് നമുക്ക് ചെയ്യാൻ ഒരു ടാക്കിൾ ചെയ്യാൻ ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പറ്റാത്തൊരു സംഭവമാണ് ഈ ലൊക്കേഷൻ വൈസ് ഉള്ള സംഭവം വെച്ചാൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അങ്ങനെ ഒരു ലൊക്കേഷൻ വൈസ് ഉള്ള സംഭവം അല്ലെങ്കിൽ നമ്മളെ ഫണ്ട് വേണം അങ്ങനെ ഒരു ആക്റ്റീവ് സ്പേസ് അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ തന്നെ ലാപ്ടോപ്സ് കൊടുക്കേണ്ട വന്നു കുട്ടികൾക്ക്. അവർക്ക് അത്ര റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ അവർക്ക് ലാപ്ടോപ്സും ഇല്ല അങ്ങനെ യൂസ്. അപ്പോ നമുക്ക് ഫണ്ടിന്റെ ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത്, ലാപ്ടോപ്സ്, ഇന്റർനെറ്റ് സർവീസസ്, അങ്ങനത്തെ ഒരു കൺസ്ട്രെയിന്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് ഈ ഫണ്ടിങ്ങും റിസോഴ്സസും ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി ഉള്ള ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമുക്കും കുറച്ചുകൂടി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പല കമ്മ്യൂണിറ്റീസും അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് കോളേജസിലൊക്കെ ഇനി കോളേജ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റീസിന്റെ വരുന്നുണ്ട്. പക്ഷെ അവിടെ അതെ, പക്ഷെ അവിടെ വരുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഈ കുട്ടികളും ആ സെയിം കോളേജിലുള്ള കുട്ടികൾ തന്നെയാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്. പക്ഷെ കമ്മ്യൂണിറ്റീസിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇന്ററാക്ടിങ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ അറ്റ് ഡിഫറെന്റ് ലെവൽസ് എന്നുള്ളതാണ്. അതവിടെ നടക്കണില്ല. അപ്പൊ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇൻട്രസ്റ്റ് പോകും. നമ്മൾ സാധാരണ ഒരു കോളേജ് ക്ലബിന്റെ തന്നെ ഒരു മോഡായി പോകും. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് പോകും. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ ഈ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കുറെ കമ്പനീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ബാക്കി കോഴിക്കോടാണെങ്കിലും ഒക്കെ ആൾക്കാരെ കിട്ടാനും കുറച്ച് ആൾക്കാർക്ക് വന്നു പോകാനും. നമ്മളിപ്പോ പണ്ടൊക്കെ നമ്മൾ ജാങ്കോടെ ഒക്കെ സെഷൻസ് എടുക്കാൻ നേരത്ത് അതിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഇൻഫോ പാർക്ക് കമ്പനിയിലൊക്കെ ജാങ്കോ ഫ്രെയിം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഏതെങ്കിലും ചേട്ടന്മാരായിരിക്കും നമുക്ക് വന്നിട്ട് ഇത് പഠിപ്പിച്ചു തരിക. കാരണം അവർക്ക് അപ്പൊ കുറച്ചുകൂടി ഗുഡ് പ്രാക്ടീസസ് ഒക്കെ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു തരാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഈ ഗുഡ് പ്രാക്ടീസസ് ഒക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല, നമ്മൾ ഇന്റർനെറ്റിൽ നമുക്ക് റിസോഴ്സസ് ഉണ്ട്. പക്ഷെ ഒരു പ്രൊജക്ട് ലെവലിൽ, ശരിക്കും ഒരു പ്രൊഡക്ഷൻ ലെവലിൽ പോകുന്ന ഒരു പ്രൊജക്ട് ലെവലിൽ നമുക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാണ്. ഫിസിക്കൽ കമ്മ്യൂണിറ്റി ആകുമ്പോൾ അത് കാണുന്ന ആൾക്കാരോടും കൂടി എനിക്ക് ഒരു കാര്യം പറയേണ്ടത്, അതായത് ഫിസിക്കൽ അല്ലാണ്ട് തന്നെ ഇപ്പം വിമൻ ഇൻ ടെക് പോലെയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ അവര് സൂമിലും സ്ലാക്ക് എനിക്ക് തോന്നുന്നു സ്ലാക്കിൽ ഒത്തിരി വർക്ക് സ്പേസുകളുണ്ട്. കോഡ് ബാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് കോഡ് ബാറിൽ വെച്ചിട്ടാണ്. കോഡ് ബാറിന് അവർക്ക് ചാപ്റ്റർ ഇന്ത്യയിൽ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ആ ഓൺലൈൻ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. അവിടെ വർക്ക്ഷോപ്സ് നടക്കും. അവിടെ നമുക്കൊരു ഹെൽപ്പ് ചോദിച്ചാൽ ആൾക്കാർ വന്ന് ഹെൽപ്പ് ചെയ്യും. മെന്ററിനെ ഹെൽപ്പ് നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോന്ന് കിട്ടും. പക്ഷെ ഈ മെന്ററിനെ കണ്ടുപിടിക്കുക, അതേപോലെ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെന്റർഷിപ്പ് ഈവന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഓൺലൈനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ. അങ്ങനെയാകുമ്പോൾ എനിക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. അതിന് കോവിഡ് ആണ് ഫസ്റ്റ് തിങ്. കോവിഡ് വന്നപ്പോഴാണ്
കോവിഡ് വന്നപ്പോഴാണ് ഇവരെല്ലാരും ഓൺലൈനായിട്ട് സ്വിച്ച് ചെയ്തത്. ഈ വിമൻ ഇൻ ടെക് ഒക്കെ പണ്ട് എല്ലാം ഫിസിക്കൽ ഇൻ ലണ്ടൻ ആയിരുന്നു. എല്ലാം സ്വിച്ച് ആയപ്പം അവര് മീറ്റിംഗ്സും എല്ലാം സ്ലാക്ക് കൂടെ ആയി, എല്ലാം മെന്റർഷിപ്പ് പ്രോഗ്രാം എല്ലാം ഓൺലൈൻ ആയി. അപ്പം UK ആൾക്കാർ മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ അപ്ലൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതും ഒരു അതായത് ആക്സസിബിലിറ്റി, ഇഫ് യു ഹാവ് ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെയെങ്കിലും നമുക്ക് എത്തിപ്പെടാമെന്ന് ഇപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ പിന്നെ കോൺഫറൻസസ് ഒക്കെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോൺഫറൻസസ് ഒക്കെ പണ്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള കോൺഫറൻസസ് ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പേസ് ആണെങ്കിലും. അപ്പൊ വളരെ കുറച്ച് ഫ്യൂ ടിക്കറ്റ്സേ അവര് സ്കോളർഷിപ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഓൺലൈൻ ആയപ്പോഴത്തേക്കും അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് ഉള്ള ലിമിറ്റേഷൻ ഇല്ല. അപ്പൊ ഒരുപാട് ടിക്കറ്റ്സ് അവർ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നാട്ടിലെ തന്നെ പല പിള്ളേരും ഇങ്ങനത്തെ കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, ഇതൊക്കെയാണ് ഇവിടെ ലോകത്ത് നടക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അത് എല്ലാത്തിനും പാനൽ ഡിസ്കഷനും റൂംസ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ആൾക്കാർക്ക് 1-to-1 ഇന്ററാക്ഷനും പറ്റും. പണ്ടത്തെ പോലെ കേട്ടിരിക്കാൻ മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനും കിട്ടിയടുത്തെല്ലാം മെന്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കാന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചോദിക്കുന്നവർക്കേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ചോദിക്കാണ്ട് തന്നെ കിട്ടില്ല എന്നുള്ളതും വലിയൊരു കാര്യമാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. എന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം. എനിക്ക് തോന്നുന്നു ഇനിയും പെഹിയ ഒരുപാട് എല്ലാ സ്ഥലത്തും നല്ല പടർന്ന് ഒരുപാട് കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി ഫോർ വിമൻ കേരളത്തിൽ ഒരുപാട് ഉണ്ടാവട്ടെ. വിമൺ ഓൺലി കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റീസും ഇൻക്ലൂസീവ് ആയ എനിക്ക് തോന്നുന്നു വിമൺ ഓൺലി കമ്മ്യൂണിറ്റീസിന്റെ ആവശ്യം ഉണ്ടാവില്ല എല്ലാം ഇതേപോലെ. കാരണം നമുക്ക് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണ് വേണ്ടത്. പൈത്തൺ പഠിക്കുന്നവർക്ക് അവിടെ പോകണം, AI ആണെങ്കിൽ അവിടെ പോകണം. അങ്ങനെ ഇൻക്ലൂസീവ് ആവട്ടെ എന്നും എല്ലാം നമുക്ക് വിഷ് ചെയ്യാം. പണ്ട് നമ്മളോട് ചോദിക്കായിരുന്നു പെഹിയുടെ ഇതിന് വരുമ്പോ എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം, അപ്പൊ അവര് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത്ര ബ്രാഞ്ചസ് വേണം അതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ പറയാ പെഹി അടച്ചു പൂട്ടണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അതെ അതെ, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഒരേപോലെ വരാൻ പറ്റുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ടാവട്ടെ എന്ന് വിഷയം. അതുപോലെ തന്നെ അനുശ്രീ, നമ്മൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന്, ഒരുപാട് ഇവന്റ്സിൽ കാണാൻ പറ്റട്ടെ എന്ന് വിഷയം. ഓക്കെ, താങ്ക് യു അനുശ്രീ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.